ഈ 25 വർഷക്കാലത്തെ ചലച്ചിത്ര സേവനം കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് തന്നെ മോഹൻലാലിനൊരു ഉന്നത സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ എന്നുമല്ല മോഹൻലാലിനെ കുറിച്ച് പറയേണ്ടത്. ലോക സിനിമയിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ എന്നാണ്. മോഹൻലാൽ ഈസ് എ ബോൺ ആക്ടർ. സൂക്ഷ്മഭാവങ്ങൾ പോലും ഇത്രയും മനോഹരമായിട്ട് മുഖത്തും ശരീരത്തിലും, അതായത് ബോഡി ലാംഗ്വേജിലും കാണിക്കുന്ന ഒരു നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. യാതൊരു പ്രയാസമില്ലാതെ, ഒരു സ്റ്റിഫ്നെസ് ഇല്ലാതെ ആ കഥാപാത്രമായിട്ട് മാറാനുള്ള കെൽപ്പും കഴിവും അതൊരു അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ. He has an amazing ability to, just be the character and not play the character. I think that's his greatest strength. സൗത്ത് ഇന്ത്യയിലല്ല, ലോകത്തിൽ തന്നെ എന്ന് പറയാം. ഇത്രയും ഈസിയായിട്ട് അഭിനയിക്കത്തക്ക ഒരു നടൻ നമ്മുടെ ലാൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാ സിനിമാ സ്വപ്നത്തിന് ഒരു സാക്ഷാത്കാരമാവുകയാണ് 25 വർഷങ്ങൾക്ക് മുന്നേ. ആ മഹാനായ കലാകാരനെ ആദ്യമായി സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് ഒരു അവാർഡെന്ന് തന്നെ പറയും. ഈ മോഹൻലാലിനെ പറ്റി സിനിമ എടുക്കാൻ ചാൻസ് കിട്ടിയത്. ഏത് തരത്തിലുള്ള ഡയറക്ടേഴ്സിലൂടെയും ഏത് സെറ്റപ്പിലും ഏത് രാജ്യത്ത് നിന്നാലും മോഹൻലാലെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ പ്രിയങ്കരനായി തീരും. I think it's a very, very huge gift to a director to have an actor like Lal. സംവിധായകൻ നിർദ്ദേശിക്കുന്ന മാനങ്ങൾക്കപ്പുറം തൻ്റേതായ ഒരു മാനം കൂടി അദ്ദേഹത്തിന് അതിൽ ചേർത്ത് വയ്ക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ കലാകാരൻ ഒരു അത്ഭുത പ്രതിഭയായിട്ട് മാറുന്നത്. பாம்பேக்கு போகிறேன், ஆந்திராவுக்கு போகிறேன், நிறைய ஊர் சுற்றிருக்கேன். அங்கே கூட அவங்க எல்லாம் மோகன்லால் சார் பற்றி பேசிகிட்டு இருப்பாங்க. அப்பா என்ன ஒரு ஆக்டர், இப்படி பண்ணுறாரு இருந்தாலும். ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തൊരു റേഞ്ചാണ്. ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ബിക്കോസ് ആ സീൻ മുഴുവൻ അങ്ങനെ തന്നെ മുഴുങ്ങും. അതുകൊണ്ട് കണ്ണ് ചിമ്പാൻ പോലും പാടില്ല. ഇത്രയും ഒരു നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിക്കാറുണ്ട്. ഒരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേക അനുഭൂതിയാണ് ലാലിൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ. ഏറ്റവും പുതിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ള ഒരാളായിട്ടാണ്. അയാളുടെ ഇഷ്ടപ്രകാരം പോയി, ശരി നന്നായി വരുമെന്ന് അനുഗ്രഹിച്ചു വിട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ അത് നന്നായിട്ട് ശോഭിച്ച് എനിക്ക് എന്നും അഭിമാനത്തിനുള്ള വഴിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ത്രില്ലോടുകൂടിയാണ് ഇപ്പോൾ 25 വർഷം പിന്നിടുമ്പോൾ ലാൽ ഓരോ സിനിമയും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയുടെ കാഠിന്യം എന്ന് തന്നെ ഞാൻ പറയാം. അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തന ഫലമാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 25 വർഷത്തിൻ്റെ നേട്ടം. ഇപ്പോഴും ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായിട്ടുള്ളൊരു പിന്തുണ, ഇതൊക്കെ മോഹൻലാൽ എന്ന നടനെ ഇനിയും ഒരുപാട് വർഷങ്ങൾ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിട്ട് നിർത്തട്ടെ. ഇനിയും വളരെ കാലങ്ങൾ അതിമനോഹരമായ കഥാപാത്രങ്ങളെയും മറ്റുമൊക്കെ അവതരിപ്പിച്ച് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ. 50-ാം വർഷവും 100-ാം വർഷമൊക്കെ കൊണ്ടാടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. It's great for anybody to have worked on screen for 25 years and to have done it so well and so effectively with so many films. I think it's fantastic and I really wish you would keep it up, and I'm sure that there are a lot more to go. All the best, Lal sir.